നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പരമാധികാരത്തിൻ്റെയും രാജകീയ പ്രൗഢിയുടെയും പ്രതീകമായ മലേഷ്യയുടെ രാജകൊട്ടാരത്തിലേക്കാണ്. രാജാവിൻ്റെ ഔദ്യോഗിക വസതിയായ ഇസ്താന നെഗാരയുടെ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഈ കൊട്ടാരത്തിൻ്റെ ഗേറ്റിന് പുറത്തു നിന്നു തന്നെ ഇതിൻ്റെ രാജകീയ ഗാംഭീര്യം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. മലേഷ്യയിൽ പ്രസിഡന്റ് ഭരണമല്ല ഉള്ളത്. ഭരണതലത്തിൽ രാജ്യത്തിൻ്റെ തലവൻ രാജാവാണ്. നിലവിൽ സുൽത്താൻ ഇബ്രാഹിം ഇസ്കന്ദറാണ് മലേഷ്യയുടെ രാജാവ്. മലേഷ്യയുടെ പരമാധികാരത്തിൻ്റെയും ഭരണഘടനയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന രാജാവ് യാങ് ഡി പെർത്തുവാൻ അഗോങ് എന്ന ഔദ്യോഗിക നാമത്തിലാണ് അറിയപ്പെടുന്നത്. സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങൾ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നയിക്കുമ്പോൾ മന്ത്രിസഭ പാസാക്കുന്ന ഏത് നിയമങ്ങളും ഔദ്യോഗികമായി പാസാകാൻ രാജാവിൻ്റെ ഒപ്പും മുദ്രയും കൂടിയേ തീരൂ. ഈ പ്രൗഢഗംഭീരമായ കൊട്ടാരം മലേഷ്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെയും പരമ്പരാഗത മലായ് ശൈലിയുടെയും മനോഹരമായ സമ്മേളനമാണ്. 2011 നവംബറിലാണ് ജലാൻ ദുട്ടാസിലുള്ള ഈ പുതിയ കൊട്ടാരം ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാതെ വയ്യ. സാധാരണക്കാരും സഞ്ചാരികളുമായ ഞങ്ങൾക്ക് ഇത്രയും അടുത്തുവരെ വന്ന് ഈ രാജകീയ കൊട്ടാരത്തിൻ്റെ മനോഹരമായ ഭാഗങ്ങൾ വീഡിയോയിൽ പകർത്താനും അതിൻ്റെ ചരിത്രം അടുത്തറിയാനും അനുവാദം നൽകിയ ഇവിടുത്തെ ഭരണാധികാരികളോടും ബന്ധപ്പെട്ട അധികൃതരോടും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മലേഷ്യയുടെ രാജകീയ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നേർക്കാഴ്ചകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഇനി നമുക്ക് ഈ കൊട്ടാര പരിസരം ഒക്കെ ഒന്ന് നടന്നു കാണാം. നിങ്ങളും ഒപ്പം കൂടുമല്ലോ.
എങ്ങനെയുണ്ട് ഈ കൊട്ടാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് കൊട്ടാരമൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊട്ടാരം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റാത്തൊരു പ്രശ്നം. ഉള്ളിൽ ഒരു കൊട്ടാരത്തിൽ നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷെ ഇത്രയും അടുത്ത് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയത് അതന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമല്ലേ. നമുക്ക് ദൂരത്തു നിന്നാണെങ്കിലും കൊട്ടാരം അത്രേ ഉള്ളൂ. ഗിരിജ പറഞ്ഞോ, ഇത്രയും അടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു കൊട്ടാരം കാണാൻ പറ്റിയിട്ടുണ്ട് അത്രയും കാലമായിട്ട്. വളരെ സന്തോഷമുണ്ട്. അതും കൊട്ടാരത്തിന്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ, ആരും നോക്കിയൊന്നും പോയില്ലേ, അതിന്റെ കവാടും എല്ലാം വല്ലാത്തൊരു എന്താ പറയുക ഒരു അനുഭൂതി തന്നെയാണ് അല്ലേ. പറയൂ. ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഈ രാജാവിനോടും ഒരു നന്ദി പറയണ്ടേ, കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് നമുക്ക് ഇതൊക്കെ കാണാനുള്ളൊരു സൗകര്യം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സെക്യൂരിറ്റി ചെക്കിങ്ങോ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഇത്രയും വലിയൊരു കൊട്ടാരത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത് അല്ലേ. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ ഓക്കെ, എന്തായാലും സന്തോഷം. ആർക്കും നിൽക്കാം. അല്ല പറയലൊക്കെ കഴിഞ്ഞു. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ. മലേഷ്യ സന്ദർശിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൂപ്പർ. സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായി, വലിയ വിഷമം തോന്നിയില്ല. വളരെ മനോഹരമായിരുന്നു. നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു. വൃത്തിയുള്ള സ്ഥലം മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു പരിചരണം, അതുപോലെ നമ്മൾ ഹോട്ടലിൽ ചെന്ന അവർ നമ്മളോട് പെരുമാറുന്ന എല്ലാ കാര്യങ്ങളും, അതുമാതിരി ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ നമുക്ക് മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വീഡിയോ എടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയൊരു ഭാഗ്യമല്ലേ. അതപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ രാജാക്കന്മാർ, ഇവിടെ ഭരിക്കുന്ന എല്ലാവരോടും നമുക്ക് നന്ദി പറയണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞോളൂ. നമുക്ക് ഇതിനായിട്ട് സൗകര്യം ഒരുക്കി തന്ന ട്രാവൽസിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഏതാ ട്രാവൽസിന്റെ പേരെന്താ? പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്ന നിർമ്മല മാഡം. സുരക്ഷിതമായിട്ട് ഇവിടെ ഇതാണ് നിർമ്മല മാഡം. ഇതാ നമ്മുടെ ഷഹീർ ഭായി, ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ, ഇതിന്റെ ഓണറൊക്കെയാണ്. അപ്പോൾ അത് അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ചെറിയ ഗ്രൂപ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ കൂടെ വന്നുള്ള ഞങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് പേരുടെയാണ്. ഇതിൻ്റെ കൂടെ ഒരുപാട് പേര് അപ്പുറത്തുപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. മൊത്തം 30 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വെറും 17 പേരേ ഉള്ളൂ. പിന്നെ വേറെ ദൂരത്തു നിന്നാണ് കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളത്. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ഇവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഭരണാധികാരികളോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയൊരു കൊട്ടാരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് നമുക്കിത് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്ന, യാതൊരുവിധ ചെക്കിങ്ങോ സെക്യൂരിറ്റി ഇതോ ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് വളരെ സഹായം. ഞങ്ങളെ കോർഡിനേറ്ററും ഗൈഡും ഞങ്ങളെ ഉണ്ണേട്ടൻ്റെ അത്ര മാത്രം ഹെൽപ്പ് ചെയ്തു അവർ. ഇന്നലെ വളരെ സഹായം. ഞങ്ങൾക്ക് നന്ദി എങ്ങനെ പറയണ്ടേന്ന് അറിയില്ലായിരുന്നു. വളരെ നന്ദിയിട്ട് എല്ലാവർക്കും. അതിൻ്റെ ഓണർമാർ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരാളിതാ സഹീർ ഭായി. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്ന, വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിരുന്ന നിർമ്മല മാഡം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാനും കൂടി നന്ദി പറയണം. എനിക്ക് ഇതേമാതിരിയൊക്കെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അറിയാം പോരെ. ഓക്കെ. ഇതാ ഇത്രയും വലിയൊരു കൊട്ടാരത്തിൻ്റെ മുന്നിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന കുറച്ച് സുന്ദരികളായ വയസ്സായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഡാൻസ് ചെയ്യാൻ പോകണം. ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൽ ഇതുപോലെ ആർക്കെങ്കിലും ഡാൻസ് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഇത്രയും സൗകര്യങ്ങളാണ് നമ്മുടെ മലേഷ്യൻ സർക്കാർ നമുക്ക് ചെയ്തു തരുന്നത്. ടൂറിസ്റ്റുകളെ അവരുടെ മക്കളെ പോലെയാണ് അവർ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഗാങ് അവർക്കിവിടെ ഡാൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക്
അങ്ങനെ മലേഷ്യയുടെ രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന ഇസ്താന നെഗാരയുടെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും പകർത്തി ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറയുകയാണ്. ചരിത്രത്തിൻ്റെയും ആധുനിക ഭരണ സംവിധാനങ്ങളുടെയും അപൂർവ സംഗമഭൂമിയായ ഈ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ഞങ്ങളുടെ യാത്രാനുഭവങ്ങളിൽ എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും. മലേഷ്യയുടെ രാജകീയ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുതിയൊരു യാത്രാ അനുഭവമായി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാൻ ഒട്ടും മടി കാണിക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. നാളെ ഫുഡ് സിറ്റിയുടെ രസകരമായ അനുഭവങ്ങളുമായി വരുന്നതാണ്. അതുവരേക്കും നന്ദി.